SIR എന്യൂമറേഷൻ ഫോമുകൾ പൂരിപ്പിക്കും മുമ്പ് വോട്ടർമാർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. വോട്ടർമാർക്ക് വേണ്ടിയുള്ള സർവീസ് പോർട്ടലിലൂടെ ഓൺലൈനായോ നിങ്ങളുടെ ബൂത്ത് ലെവൽ ഓഫീസർ കൊണ്ടുവരുന്ന അച്ചടിച്ച എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് നൽകിയോ അങ്ങനെ രണ്ട് വിധത്തിലാണ് നിങ്ങൾക്ക് SIRൽ പങ്കെടുക്കാൻ കഴിയുക. ഇതിനായുള്ള നിർദ്ദിഷ്ട മാർഗനിർദ്ദേശങ്ങൾ മനസ്സിലാക്കുകയും അത് പാലിക്കുകയും വേണമെന്നതാണ് ആദ്യത്തേത്. മാർഗനിർദ്ദേശങ്ങൾ ഫോമുകളിൽ നൽകിയിട്ടുള്ളതിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ BLOമാരോട് ചോദിച്ച് മനസ്സിലാക്കണം. എന്യൂമറേഷൻ ഫോം ശരിയായി പൂരിപ്പിക്കും മുമ്പ് നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങൾ നിങ്ങളുടെ പക്കലുള്ള ഔദ്യോഗിക രേഖകളുമായി യോജിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. എന്തൊക്കെയാണ് വ്യക്തിഗത വിവരങ്ങൾ? പൂർണ്ണമായ പേരാണ് ആദ്യത്തേത്. ഇനീഷ്യൽ ഉൾപ്പെടെ നിങ്ങളുടെ വോട്ടർ കാർഡിലോ ആധാർ കാർഡിലോ ഉള്ളതുപോലെ ആയിരിക്കണം പൂർണ്ണമായ പേര്. ജനനതീയതിയും പ്രായവും കൃത്യമായിരിക്കണം. ലിംഗം അല്ലെങ്കിൽ ലിംഗഭേദം എന്നിവ കൃത്യമായി കാണിക്കണം. പുരുഷൻ, സ്ത്രീ, മൂന്നാമതൊന്നുകൂടി ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ട്രാൻസ്ജെൻഡർ. ജനനസ്ഥലം കൃത്യമായിരിക്കണം. ഇതിന് SSLC ബുക്കിലെയോ സർക്കാർ നൽകിയിട്ടുള്ള രേഖകളിലെ പോലെയോ ആയിരിക്കണം ഇത്. മൊബൈൽ നമ്പർ നൽകണം. ഇത് നിങ്ങളുമായി ഇലക്ഷൻ ഉദ്യോഗസ്ഥർക്കുള്ള ആശയവിനിമയത്തിനും ഓൺലൈൻ സ്ഥിരീകരണത്തിനും വേണ്ടിയുള്ളതാണ്. മൊബൈൽ നമ്പർ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ നൽകേണ്ടത് ഏതാണ്? ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ മൊബൈൽ നമ്പർ ഉണ്ടായേക്കാം. എന്നാൽ ബാങ്കുകളിലും ആധാർ എടുക്കാനും നൽകിയിട്ടുള്ള നമ്പറായിരിക്കണം നൽകേണ്ടത്. ആധാർ എടുക്കുമ്പോൾ നൽകിയ ഫോൺ നമ്പറും വോട്ടർ കാർഡിലെ ഫോൺ നമ്പറും വ്യത്യാസമുണ്ടെങ്കിൽ അത് തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം. മാതാപിതാക്കളിൽ ആരുടെയെങ്കിലും ഒരാളുടെ പേര് നൽകിയാൽ മതിയോ? പിതാവിന്റെയോ രക്ഷകർത്താവിന്റെയോ പേര് നൽകാനുള്ള കോളത്തിൽ അത് രേഖപ്പെടുത്തണം. മാതാവിന്റെ പേര് നൽകാനുള്ള കോളത്തിൽ അത് നൽകണം. പങ്കാളിയുണ്ടെങ്കിൽ മാത്രം ആ കോളം പൂരിപ്പിച്ചാൽ മതി. മാതാപിതാക്കളുടെയോ പങ്കാളിയുടെയോ ഫോട്ടോ പതിച്ച വോട്ടർ ID കാർഡിലെ നമ്പർ നൽകേണ്ടതുണ്ടോ? അങ്ങനെ കോളമുണ്ടെങ്കിലും അത് നിർബന്ധമില്ല. അതുണ്ടെങ്കിൽ മാത്രം നൽകിയാൽ മതി. നിങ്ങളുടെ നിലവിലുള്ള ഫോട്ടോ പതിച്ച വോട്ടർ ഐഡന്റിറ്റി കാർഡിന്റെ നമ്പർ നൽകണം. പുതിയ പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ ഒട്ടിക്കേണ്ടതാണ്. ആധാർ നമ്പർ നൽകേണ്ടതുണ്ടോ? ആധാർ നമ്പർ നിർബന്ധമല്ല. എന്നാൽ ഓൺലൈനായി പൂരിപ്പിക്കുകയാണെങ്കിൽ സൈൻ വെരിഫിക്കേഷനായി അത് വേണ്ടിവരും. ഇത് പൗരത്വമല്ല, ഐഡന്റിറ്റി തെളിവായി മാത്രമേ കണക്കാക്കൂ. അവസാന SIRലെ വിശദാംശങ്ങൾ ചേർക്കുന്നതെങ്ങനെയാണ്? ഇവിടെയാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. അവസാന SIRലെ വിശദാംശങ്ങൾ എന്നു പറയുന്നത് 2002 മുതൽ 2004 വരെ നടന്ന റിവിഷനിലെ വിശദാംശങ്ങളാണ്. അതായത് അന്ന് 18 വയസ്സ് തികഞ്ഞവരും അതിനു മുകളിലുമുള്ളവർ മാത്രമേ അന്നത്തെ റിവിഷനിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളൂ. അതിനാൽ ഇവിടെ ആദ്യ ഭാഗത്തുള്ള കോളങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പൂരിപ്പിക്കാവൂ. അത് കോളത്തിനു മുകളിൽ തന്നെ പറയുന്നുണ്ട്, ഇഫ് ആപ്ലിക്കബിൾ എന്ന്. അത് പൂരിപ്പിക്കാൻ ആവശ്യമുള്ളവർ, അതായത് ഇപ്പോൾ ഉദ്ദേശം 41 വയസ്സോ അതിൽ മേലോ ഉള്ളവർ ചെയ്യേണ്ടത് ഇപ്രകാരമാണ്. ആദ്യം നിങ്ങളുടെ പേര്, രണ്ടാമത് നിങ്ങളുടെ വോട്ടർ ID നമ്പർ, അത് ഉണ്ടെങ്കിൽ മാത്രം നൽകിയാൽ മതി. മൂന്നാമത് ബന്ധുക്കളുടെ പേര്. ഈ ബന്ധുക്കളിൽ മാതാപിതാക്കളോ പങ്കാളിയോ ഉൾപ്പെടും. നാലാമത്തെ കോളത്തിൽ അവരുമായി നിങ്ങൾക്കുള്ള ബന്ധം കാണിക്കണം. ഉദാഹരണത്തിന് മൂന്നാമത്തെ കോളത്തിൽ നിങ്ങളുടെ പിതാവിന്റെ പേരാണ് നൽകിയിട്ടുള്ളതെങ്കിൽ നാലാമത്തേതിൽ പിതാവ് എന്ന് നൽകണം. അതല്ല, ഭാര്യയുടെ പേരാണ് നൽകിയിട്ടുള്ളതെങ്കിൽ ഭാര്യ എന്നും ഭർത്താവിന്റെ പേരാണ് നൽകിയിട്ടുള്ളതെങ്കിൽ ഭർത്താവ് എന്നും എഴുതണം. അഞ്ചാമത്തേത് നിങ്ങളുടെ ജില്ലയും ആറാമത്തേതിൽ സംസ്ഥാനത്തിന്റെ പേരുമാണ് എഴുതേണ്ടത്. ഇതിനെല്ലാം താഴെ നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ, പാർട്ട് നമ്പർ, സീരിയൽ നമ്പർ ഒക്കെ നൽകേണ്ടതുണ്ട്. അതെല്ലാം BLO ചെയ്തോളും. ഇവിടെ മറക്കാൻ പാടില്ലാത്ത കാര്യമുണ്ട്. അവസാന ഇന്റൻസീവ് റിവിഷനിൽ, ഉദാഹരണം 2002 അല്ലെങ്കിൽ 2004 നിന്നുള്ള വിശദാംശങ്ങൾ, അതായത് അന്നത്തെ നിയമസഭാ മണ്ഡലം, പാർട്ട് നമ്പർ, സീരിയൽ നമ്പർ ആണ് നൽകേണ്ടത്.
ഫോമിന്റെ താഴെ വലതുവശത്തെ കോളത്തിൽ നൽകേണ്ടത് എന്തൊക്കെയാണ്? ഇവിടെയും കോളം പൂരിപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. 1. പഴയ SIRൽ നിങ്ങളുടെ വിശദാംശങ്ങൾ ലഭ്യമല്ലെങ്കിൽ നേരത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു രക്തബന്ധുവിന്റെ വിശദാംശങ്ങൾ നൽകാം. രക്തബന്ധു എന്നു പറയുന്നതിൽ ആരൊക്കെ ഉൾപ്പെടും? മാതാവ്, പിതാവ്, മുത്തച്ഛൻ ഇവരിൽ ആരെങ്കിലും ഒരാൾ മതി. എന്താണ് പ്രിവ്യൂ എന്നു പറയുന്നത്? പ്രിവ്യൂ എന്നു പറയുന്നത് കൃത്യത ഉറപ്പാക്കാൻ നൽകിയ എല്ലാ വിവരങ്ങളും ശ്രദ്ധാപൂർവം ഒന്നുകൂടി അവലോകനം ചെയ്യുക. നിങ്ങളുടെ വിശദാംശങ്ങൾ സ്ഥിരീകരിച്ച ശേഷം സബ്മിറ്റ് അല്ലെങ്കിൽ സമർപ്പിക്കുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എന്താണ് ആധാർ ഇ-സൈൻ? ആധാറുമായി ലിങ്ക് ചെയ്ത OTP ഉപയോഗിച്ച് നിങ്ങളുടെ അപേക്ഷ പരിശോധിക്കുന്നതിന് ഇ-സൈൻ പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യപ്പെടും. എന്താണ് സ്ഥിരീകരണം എന്നു പറയുന്നത്? വിജയകരമായ ഇ-സൈനിങ്ങിനു ശേഷം SMS വഴിയും സ്ക്രീനിലും ഒരു അക്നോളജ്മെന്റ് റെഫറൻസ് നമ്പർ ലഭിക്കും. ഇലക്ഷൻ കമ്മീഷൻ പോർട്ടലിൽ നിങ്ങളുടെ അപേക്ഷയുടെ സ്ഥിതി ട്രാക്ക് ചെയ്യുന്നതിന് ഈ നമ്പർ ഉപയോഗിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ. ഇ-സൈനിങ്ങിനായി വോട്ടർ ഐഡിയിൽ നിങ്ങളുടെ പേര് ആധാർ കാർഡിലെ പേരുമായി കൃത്യമായി പൊരുത്തപ്പെടണം. കൃത്യത പ്രധാനമാണ്. രേഖകൾ പൊരുത്തപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ മുൻപുള്ള ഇലക്ടറൽ റോളിൽ കാണുന്നതുപോലെ കൃത്യമായ അക്ഷരവിന്യാസങ്ങളും വിശദാംശങ്ങളും, അതായത് പേര്, വിലാസം ഉപയോഗിക്കുക. മുൻപുള്ള ഇലക്ടറൽ റോൾ കേരളത്തിന്റെ ഇലക്ടറൽ സെർച്ച് പോർട്ടലിൽ നിന്ന് ലഭിക്കും. ശരിയായ വിഭാഗം തിരിച്ചറിയുക എന്നതാണ് ശ്രദ്ധിക്കാനുള്ളത്. അവസാന SIRൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഫോമിന്റെ ഇടതുഭാഗം പൂരിപ്പിക്കേണ്ടതുള്ളൂ. ഇടതുഭാഗം പൂരിപ്പിക്കുന്നവർക്ക് വലതുഭാഗം പൂരിപ്പിക്കേണ്ടതില്ല. നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ അവസാന റോളിലുണ്ടായിരുന്ന ഒരു രക്തബന്ധുവിന്റെ, അതായത് രക്ഷകർത്താവ്, ഇണ വിവരങ്ങളുമായി വലതുഭാഗം മാത്രം പൂരിപ്പിക്കുക. ഒപ്പുകൾ. മറ്റു കുടുംബാംഗങ്ങളുടെ പേരിൽ വീട്ടിലെ ഏതൊരു മുതിർന്ന അംഗത്തിനും ഒപ്പിടാവുന്നതാണ്. രേഖകൾ. പ്രാഥമിക എന്യൂമറേഷൻ ഘട്ടത്തിൽ സാധാരണയായി രേഖകളൊന്നും ആവശ്യമില്ല. സ്ഥിരീകരണത്തിനായി ചിലപ്പോൾ BLOമാർ രേഖകൾ ചോദിച്ചേക്കാം. നിങ്ങളുടെ പേരും മറ്റ് വിശദാംശങ്ങളും രേഖകളിലും ഫോമിലും ഒരുപോലെയുണ്ടെന്ന് ഉറപ്പാക്കുക. ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷണലായി പുതിയ ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക, ഉത്തരം നൽകുന്നതായിരിക്കും.